ഷൈൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ടർ പെർസ്പെക്റ്റീവിൽ ഒരു ഏരിയ എന്താണെന്നാണ് അഖിൽ വിചാരിക്കുന്നത്? ഷൈൻ നന്നായി ഇമോഷൻസ് എല്ലാ ഇത്രയും ഇമോഷൻസും ചെയ്യാൻ കഴിവുള്ള ഒരു ആക്ടറാണ്. ഇപ്പോൾ തല്ലുമാലയിൽ ഇയാള് അവരുടെ ഈ പിള്ളേരെ കുറിച്ചിട്ട് ബിനു ബാപ്പുവിന്റെ അടുത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ സീൻസ് ഒക്കെ ഷൈനിൽ നിന്ന് കാണാൻ ഭയങ്കരമായിട്ട്, അങ്ങനത്തെ കഥാപാത്രങ്ങൾ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടറാണ്. ഗാംഗ്ബിൽ ഷൈൻ്റെ ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഇല്ല, ഫൈറ്റ് ഉണ്ട്. മ്യൂസിക് വീഡിയോ ആണെങ്കിലും ഫൈറ്റ് ആണ്. ഡാൻസ് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു കഥയിലേക്ക് അത് മാച്ച് ആവില്ല. ഡാൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മുതൽ ഭരതനാട്യം എല്ലാ പരിപാടി. ഞാൻ ഡാൻസ് പാർട്ടി എന്നുള്ള സിനിമയുടെ ഒരു ക്ലിപ്പ് കണ്ടു. അപ്പൊ എല്ലാവരും അതില് ഷൈൻ ഡാൻസ് ചെയ്യാൻ പോകുന്നു ഒരു സീൻ ബിൽഡപ്പ് ഉണ്ട് അതിൽ. അപ്പോൾ ഈ ആളുകളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഷൈൻ ഇത് മോശമാക്കും, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാന്ന്. പക്ഷെ ഷൈൻ അത് വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്. അത് വല്ലാതെ സർപ്രൈസ് ആയിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച മാഷ് അപ്പന്നെ വിളിക്കുന്നത്. മാഷ് മരിച്ചു, രാജമാഷ് എന്നാണ് പേര്. പിന്നെ ബാലമാഷ് എന്ന് പറഞ്ഞൊരു മാഷും പഠിപ്പിച്ചു. ഞാൻ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കാം. അന്ന് സ്കൂൾ കലോത്സവങ്ങൾ വഴിയേ സിനിമയിൽ കയറാൻ പറ്റുള്ളൂ. വിനീതും മോനിഷയും മഞ്ജു വാര്യറും എല്ലാവരും. അപ്പൊ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മള് യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കണം. യുവജനോത്സവങ്ങളിൽ പങ്കെടുത്താൽ പോലെ കലാപ്രതിഭയോ കലാതിലകോ ആവണം. കലാപ്രതിഭ ആവാൻ പറ്റുള്ളൂ. അപ്പൊ കലാപ്രതിഭ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡാൻസ് ഇനത്തിലും കൂടി സമ്മാനം കിട്ടണം. അപ്പൊ മോണാക്ടും കഥാപ്രസംഗം ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഡാൻസ് എന്തെങ്കിലും കളിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് 4ാം ക്ലാസ് മുതൽ അഭ്യസിച്ചതാണ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. ഡാൻസ് ചെയ്യുന്ന ഒരു ഷൈനെ ഏതെങ്കിലും മ്യൂസിക് വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള സ്കോപ്പ് ഉണ്ടോ? അതല്ല പറഞ്ഞു മൈക്കിൾ ജാക്സന്റെ മ്യൂസിക് വീഡിയോയിലല്ല, ഒരു പടം ചെയ്യുന്ന സമയത്ത് പാട്ടും ഫൈറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഭീഷ്മപർവ്വത്തിൽ അങ്ങനെ ഒടിഞ്ഞു വരുന്നില്ലേ? അതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചത് കൊണ്ടല്ലേ. അതേപോലെ തല്ലുമാലയുടെ ഡാൻസ്. ഒരു അഭിനേതാവിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ താളലയങ്ങളാണ് വേണ്ടത്. അതായത് സംഗീതവും പാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർക്ക് ജന്മനാ കിട്ടും, ചിലവർ അഭ്യസിച്ച് നേടും. ഈ അഭിനയത്തിന് വേണ്ട ഉപകാരപ്പെടുന്ന 2 കലകൾ. ബാക്കി ഒരുപാട് കലകളുണ്ട്, പക്ഷെ ഇതാണ് ബേസ് ആയിട്ട് വേണ്ടത്. അതുകൊണ്ട് നൃത്തം അറിയുകയാണെങ്കിൽ കുറച്ച് ഉപകാരം ഉണ്ടാവും. പക്ഷെ മമ്മൂക്കാനെ പോലത്തെ ഒരു ആക്ടർക്ക് അത് അധികം വഴങ്ങാതെ കൂടി, പക്ഷെ അദ്ദേഹം നല്ലൊരു മികച്ച അഭിനേതാവ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. ഈ ഒരു പ്രോസസ്സിന് അത്രയും ട്രെയിൻ ചെയ്ത് മൂവി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണല്ലോ. പല ഭാഗങ്ങൾ പല സമയത്ത് ഷൂട്ട് ചെയ്ത് വളരെ വ്യക്തമായി കറക്റ്റായി കണ്ടിന്യൂറ്റിയിൽ താങ്കൾ മികച്ച നടന്മാരാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് മേക്ക് ബിലീഫ്. അതില് അഗ്രഗണ്യനാണ് ഇവര്, ഈ മികച്ച അഭിനേതാക്കൾ, സിനിമയിലെ അഭിനേതാക്കൾ. ചിലപ്പോ നാടകത്തിൽ അതിലും മികച്ചവരുണ്ടായിരിക്കാം, കഥകളിയിൽ അതിലും മികച്ചവരുണ്ടായിരിക്കാം. പക്ഷെ സിനിമയില് അത് പല ഷോട്ടുകളിലൂടെ കണ്ടിന്യൂറ്റി തെറ്റാതെ തങ്ങൾ മികച്ച അഭിനേതാക്കളാണെന്ന് മേക്ക് ബിലീഫ് ചെയ്യിപ്പിക്കും. അതൊരു എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കുന്നു. അപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മമ്മൂക്കയ്ക്ക് ഇങ്ങോട്ടേക്ക് ഷൈനെ വല്ലാത്തൊരു കൺസേൺ ഉണ്ട്. മെസ്സേജുകൾ അയക്കുന്നു, വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു. ഇത് ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ മമ്മൂക്കനേക്കാൾ കൂടുതൽ മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ എനിക്ക് ദുൽഖറിനോടുള്ള ഇഷ്ടമൊക്കെ അങ്ങനെയാ കൂടുതൽ ഉണ്ടാവുന്നത്. മനസ്സിലായ? ഞാൻ ഇപ്പോ അതെന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അത് മമ്മൂക്കയ്ക്ക് മാത്രമല്ല, മമ്മൂക്കയെ ചുറ്റുമുള്ളവരും മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ തിരിച്ചു കൊടുക്കണം. എപ്പോഴാണ് മ്യൂസിക് വീഡിയോ റിലീസ് ചെയ്യുന്നത്? മ്യൂസിക് വീഡിയോ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത് അടുത്ത മാസം 2-ാം തീയതി റിലീസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാണ്. ഈ മാസം 25-ാം തീയതിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ കുറച്ച് വർക്കുകളും കൂടിയും കഴിയാനുണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ച് ചെറിയൊരു ആൽബം അതന്നെ പുള്ളി മിനുക്കി അത് വർക്കിൽ ട്രിപ്പ് ചെയ്യാണ് പുള്ളി. ഈ പുള്ളി ഒരു സെക്കൻഡ് പോലും സിഗരറ്റ് വലിക്കാൻ പോലും പോവില്ല, സിഗരറ്റ് വലി പോലും ഇല്ല. അങ്ങനത്തെ ഒരാളെ ഞാൻ പറയും, എന്താണ് നിനക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നുന്നില്ലേ? ഞങ്ങളുടെ കൂടെ ഇപ്പോഴല്ല, മുന്നേ ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം അങ്ങനെയും പറ്റും, സിനിമ ലഹരിയാക്കി വെക്കാനും പറ്റും. അങ്ങനെയല്ല, എന്നാലും ഈ വക ഒരു വലി പോലും വലിക്കാതെ എങ്ങനെയാണ് ഇരിക്കണേന്നുള്ളത് എനിക്കത് അത്ഭുതമായിരുന്നു. പക്ഷെ ഇന്ന് മനസ്സിലായ പറ്റും. എങ്ങനെയുണ്ട് ഷൈൻ്റെ ഇതുവരെയുള്ള ജേണി? ഈ ഒരു ഡ്രഗ് ഫേസിനെതിരെ പോരാടുന്ന, പുഷ് ചെയ്യുന്ന, സ്വയം നിയന്ത്രിക്കുന്ന ഷൈനെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത് ഡാഡിയും മമ്മിയും ഒരുപാടായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഷൈൻ്റെ ഈ മാറ്റം. ആ മാറ്റം പൂർണ്ണമായി കണ്ട ശേഷമാണ് ഡാഡി മടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പുള്ളിയുടെ ചികിത്സക്ക് വേണ്ടി പോകുമ്പോൾ ഡാഡി നഷ്ടപ്പെട്ടതല്ല, ഷൈൻ്റെ പൂർണ്ണമായ മാറ്റം കണ്ട് ഞങ്ങളോടൊക്കെ ഡാഡി സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഡാഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് ഈ മാറ്റത്തിൽ. ദൈവവിശ്വാസം കൂടിയോ?
ദൈവവിശ്വാസം അല്ലെങ്കിലും ഉണ്ടല്ലോ. ആ അല്ലാതെ പിന്നെ എങ്ങനെയാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിശ്വാസം എന്ന് പറയുന്നതാണ്. ഉണ്ട്, ഇപ്പൊ എല്ലാ കാലത്തും ഉണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. അത് അമ്മയും അച്ഛനും പറഞ്ഞു തന്നിട്ടുള്ള വിശ്വാസങ്ങൾ. വിശ്വാസം ഇല്ലാതെ ഒരാൾക്ക് മുന്നേറാൻ പറ്റില്ല. ആ ആ കാരണം നമ്മളെ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ വിശ്വാസത്തിലാണ് മുന്നേറുന്നത്. കുറച്ചുകൂടി കൂടുതൽ സ്പിരിച്വൽ ആവുക അങ്ങനെയൊന്നും. സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മതങ്ങൾക്ക് പുറത്തു കിടന്നാലാണ് നമുക്ക് ദൈവങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നാ മതങ്ങളിലൂടെ അത് സാധിക്കുകയും ചെയ്യുള്ളൂ. നമ്മൾ പറയുന്ന എല്ലാവരും തമ്മിലുള്ള എതിർപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ചിത്രങ്ങളിൽ ഒതുങ്ങുന്നതല്ല ദൈവം. ഈ ചിത്രങ്ങളിൽ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ദൈവങ്ങളെക്കാൾ ഉപരിയാണ് ശരിക്കുമുള്ള ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്ന ദൈവം. അത് പ്രഹ്ലാദരൻ പറയുന്ന പോലെ തൂണിലും തുരുമ്പിലും ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ നിർവചിക്കാൻ പറ്റില്ല അത് എന്തായിരിക്കും അവസ്ഥ. ക്രിസ്തു പറയുന്നു ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണെന്ന്. അതായത് നമ്മളെല്ലാം ഒന്നാണ്, ഒരു ഒന്നിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല നമ്മുടെ ബോഡി വെച്ചിട്ട്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഞാൻ തനി സ്വരൂപം കണ്ടപ്പോ അർജുനൻ മുട്ടൂത്തി നിന്നുപോയി എന്നാ പറയണത് ശ്രീകൃഷ്ണന്റെ, അല്ലേ? അപ്പൊ ആ രൂപം അത് എന്തായിരിക്കും? അതിനെ നമുക്ക് ഒരിക്കലും ഒരു ചിത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്നതല്ല. ഇത്രയും വായനയുള്ള ഒരാളായിരുന്നോ? അല്ല, ഇതൊന്നും വായിച്ചിട്ട് വരുന്നതല്ല. നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മള് ചുറ്റുമുള്ള ആളുകൾ വായിക്കുന്നവരും ഇത്രയും സംസാരിക്കുന്നവരും ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ അത് ആലോചിച്ച് നമ്മളൊരു പോയിന്റിലേക്ക് എത്തും. ഇതിലും അപ്പുറത്തേക്ക് ചിന്തിക്കണം. ഇത് അങ്ങനെയല്ല എന്ന് വാദിക്കണം. എന്നാലേ പുതിയ ചിന്തകൾ ഉണ്ടാവുള്ളൂ. ചിന്താ സ്വാതന്ത്ര്യം. ഷൈൻ എന്നുള്ള മനുഷ്യന് ചിലപ്പോൾ പല അവസരങ്ങളിൽ പൊതുസമൂഹം ചില ഏരിയകളിലൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അയാളുടെ നടനെ ഒരു കാരണവശാലും ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന്റെ മറ്റൊരു പതിപ്പ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു എഡിഷൻ ആവട്ടെ, ഇനി ഒരു തുടക്കമാവട്ടെ ഗാങ് ബി എന്നുള്ള മ്യൂസിക്കൽ ആൽബം. അതാണ് പ്ലാൻ ബി. യെസ്, ഗാങ് ബി ഒരു പ്ലാൻ ബി ആവട്ടെ. ഇനി പ്രതീക്ഷയുണ്ട് ഒരുപാട് നല്ല വേഷങ്ങളിലേക്ക്. കുറെ കൂടി ഷൈൻ്റെ വാക്കുകളിൽ വേട്ടക്കാരനെ പോലെ ഉണ്ടോ മീശയില്? യെസ്, ശരിക്കും ഈ ഉണ്ടകളെ മറ്റേ ഈ ഗൺസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉണ്ടകളെ പറ്റി പറയുന്നത്, ഓരോ മൃഗത്തിനെയും വേട്ടയാടുമ്പോൾ അയക്കുണ്ടായിരുന്ന ഒരു അഡ്രിനാലിനുണ്ടല്ലോ, ഓരോ കഥയും അവരോടത്ത് പോയി പറയുമ്പോൾ ഇന്ന ആൾ ഇന്ന പോലെ ചെയ്തത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ സൗണ്ട് ഡിസൈൻ ഒക്കെ ഭയങ്കര പക്കയാണ്. അതിന്റെ അതിനടുത്ത് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. ഇതിലും നമ്മൾ അങ്ങനെ ഒരു വലിയൊരു ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഗാങ് ബി. അതിങ്ങനെ ഒറ്റ കൈ കൊണ്ട് അടിക്കണം. ബിഗ് ബിയിലെ മമ്മൂക്ക അതല്ല, അതിന്റെ വലുത്. ഇപ്പൊ അങ്ങനത്തെ ഗൺസ് ആണല്ലോ ഫാഷൻ അല്ലേ എല്ലാ പടത്തിലും. ഞാൻ അനിമലെ കണ്ടപ്പോ ഗണ്ണിന്റെ പേരുമഴയാണ് കാണുമ്പോ തന്നെ. ഞാൻ റൈഫിൾ ക്ലബിൽ ചേരാനൊക്കെ പോയതാ. അപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത്. കാരണം എനിക്ക് ഗെയിംസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണല്ലോ ഫുൾ ടൈം. അപ്പൊ ടെന്നീസ് കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പോ ഡാഡിയും മമ്മി പിന്നാലെ വരും ജോഗുണ്ണു. അപ്പൊ റൈഫിൾ ക്ലബിലും കൂടി ചേരാനുണ്ടായിരുന്നു. കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുകയും മൈൻഡിനെ എൻഗേജ്ഡ് ആക്കാൻ, ഫോക്കസ്ഡ് ആവാൻ നല്ലതാ റൈഫിൾ ക്ലബ്. ഇനി ഉള്ള മികച്ച ഷൈനിങ് ആയിട്ടുള്ള പെർഫോമൻസിന് വെയിറ്റ് ചെയ്യുന്നു. രണ്ടുപേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. ഗാങ് ബി അടുത്ത മാസം അത് വലിയ കണ്ണ. ഗാങ് ബിനെ കുറിച്ച് പറയുമ്പോൾ ഇത് മലയാളത്തിലൊരു വലിയ ബഡ്ജറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് വീഡിയോ ആണ്. ഷർഫുഖയുടെ ഷർഫുഖയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവര് ആ മ്യൂസിക് കമ്പനിയാണ് നമുക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് തരുന്നത്. അപ്പോ എന്തായാലും 2-ാം തീയതി ഇറങ്ങും, സപ്പോർട്ട് ചെയ്യാം. യെസ്, ഡെഫിനറ്റ്ലി ആളുകൾ കാണട്ടെ. ആളുകൾ അതൊക്കെ എഴുതി വെച്ചൊക്കെ കഴിഞ്ഞു. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.